നമ്മൾ പറഞ്ഞ രീതിയിലല്ല, നമ്മൾ അല്ല അഭിനയിച്ച രീതിയിലല്ല ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും അന്നേരം പറയുമ്പോൾ നമ്മുടെ തൊണ്ടയൊക്കെ വലിയും, അഭിനയിക്കുമ്പോൾ അത്രയും വലിയില്ല. പക്ഷേ ടെക്നിക്കലി 1.5 വർഷം ഓടണമെങ്കിൽ ഈ ശബ്ദം വേണം, അല്ലെങ്കിൽ ശബ്ദം ഇങ്ങനെയായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായി നന്ന്. പിന്നീടാണ് ഡിജിറ്റൽ വന്നപ്പോഴത്തേക്കല്ലേ നമ്മൾ സാധാരണ രീതി ഇപ്പം ഈ സംസാരിക്കുന്ന രീതി സംസാരിച്ചാൽ മതി എന്നൊക്കെ വരുന്നത്. ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മാത്രമല്ല ഒരു ഫുൾ ഡയലോഗാണ്, ഫുൾ ഡയലോഗ് ഒറ്റയടിക്ക് പറയണം. ഒരു വാക്ക് തെറ്റിപ്പോയാൽ പിന്നെ വീണ്ടും പറയണം. ഇപ്പൊ എവിടുന്ന് വേണം ഒരു വാക്കോ എവിടുന്ന് വേണം എടുത്ത് വേറെ വാക്കെടുത്ത് വെച്ചാലും മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കണ്ടുപിടിച്ച് പറഞ്ഞിട്ടും പോകാൻ വേണ്ടി അത് എടുത്തിട്ടുള്ളൂ. അല്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പം. ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ പോണ കാലത്ത് ഇത് തന്നെയാണോ ഈ സൗണ്ടിന്റെ? അതെനിക്ക് ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ, എനിക്ക് ലാംഗ്വേജ് അറിയില്ലല്ലോ. പണ്ടൊക്കെ എനിക്ക് ശാന്ത ചേച്ചിയും ഭാഗ്യലക്ഷ്മി ഇവരൊക്കെ അല്ലേ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് പിന്നെ ആനന്ദവല്ലി ചേച്ചിയായിരുന്നു കൂടുതലും എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരുടെയും കഴിഞ്ഞപ്പോൾ ആകെ ഒരു പടത്തിൽ മാത്രമായിരുന്നു ഞാൻ സ്വന്തമായിട്ട് എന്നെ ഡബ് ചെയ്യിപ്പിച്ചത് ബാലേന്ദ്ര മേനോനാണ്. ഏപ്രിൽ 19 നിർബന്ധിച്ച് എന്നെ കൊണ്ട് എന്താ ആദ്യം ഡബ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരും വിളിച്ചിട്ടില്ല, ഞാൻ ട്രൈയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു.